So welcome back to our channel. So നമുക്കിനി പഠിക്കാനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 1 ലാസ്റ്റ് ടോപ്പിക്കാണ്, അതായത് സിസ്റ്റം ബൂട്ട്. സോ എന്താണ് സിസ്റ്റം ബൂട്ട്? നമുക്ക് ബൂട്ടിംഗ് അറിയാമല്ലോ. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു പ്രൊസീജിയറാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ഈ സിസ്റ്റം ബൂട്ടിന് പറഞ്ഞാൽ ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൽ ഏതൊക്കെ മെമ്മറിയാണ് ആ പ്രോഗ്രാമിൽ ഏതൊക്കെ മെമ്മറിയാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ കൂടി അതിൽ പഠിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സിസ്റ്റം ബൂട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. So the procedure of starting a computer by loading the kernel is known as booting system. നമ്മൾ പറഞ്ഞു ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊസീജിയറാണ് ബൈ ലോഡിങ് ദ കേർണൽ. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കേർണൽ ലോഡ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ബൂട്ടിംഗ് ദ സിസ്റ്റം. On most computer systems, a small piece of code known as bootstrap program or bootstrap loader locates the kernel. So എല്ലാ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലായാലും ഒരു ചെറിയൊരു കോഡിംഗ് പ്രോഗ്രാം ഉണ്ട്, അതാണ് ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ആയിരിക്കും ഈ കേർണലിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. The program is in the form of read-only memory. So the mainly ഈ പ്രോഗ്രാം ഏതിലായിരിക്കും? റോമിലായിരിക്കും. കാരണം റാം ആ സമയത്ത് സിസ്റ്റം സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് അൺനോൺ സ്റ്റേറ്റിലായിരിക്കും. സോ റാമിന് പറ്റത്തില്ല. റോം ആകുമ്പോൾ അതിന് ഒരു വൈറസ് ഇൻഫെക്ഷനും അതേപോലെ വെരി കൺവീനിയൻ്റ് ആയിരിക്കും സ്റ്റാർട്ടിങ് സമയത്ത് ആ പ്രോഗ്രാമിന് കോഡ് ചെയ്യാൻ വേണ്ടി. സോ when the full bootstrap program has been loaded, ഒരു മൊത്തത്തിലുള്ള ഫുൾ സ്റ്റാക്ക് പ്രോഗ്രാം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ ഫയൽ സിസ്റ്റം ടു ഫൈൻഡ് ദ OS കർണൽ. സോ അതിനപ്പോൾ ഫയൽ സിസ്റ്റത്തിന് എന്ത് ചെയ്യും? OS കർണൽ കണ്ടുപിടിക്കാൻ പറ്റും. ലോഡ് ഇറ്റ് ഇൻ ടു ദ മെമ്മറി ആൻഡ് സ്റ്റാർട്ട് ഇറ്റ് സീൻ. അങ്ങനെ നമുക്ക് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓൺലി ദിസ് പോയിന്റ് ദാറ്റ് ഇങ്ങനെ എക്സിക്യൂഷൻ ടൈം, അതായത് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് ഫയൽ സിസ്റ്റത്തിൽ ദാറ്റ് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ ഫയൽ സിസ്റ്റം ടു ഫൈൻഡ് ദ OS. ഫയൽ സിസ്റ്റത്തിന് OS കണ്ടുപിടിച്ച് OS കർണൽ കണ്ടുപിടിച്ച് ആൻഡ് ലോഡ് ഇറ്റ് ഇൻ ദ, എന്നിട്ട് ആ OS കർണൽ ഇങ്ങോട്ട് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് പിന്നെ സ്റ്റാർട്ട് ഇറ്റ് എക്സിക്യൂട്ട്. ആ പ്രോഗ്രാം പറയുന്ന പോലെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൺലി അറ്റ് ദിസ്, ആ ഒരു എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? സിസ്റ്റം ഈസ് സെറ്റ് ടു ബി റണ്ണിങ്. സിസ്റ്റം എന്താണ്? സിസ്റ്റം റണ്ണിങ്ങിലാണ് എന്ന് പറയാൻ പറ്റും. ചില സമയത്ത് നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ നമ്മൾ ചില കാണിക്കില്ലേ, ദ സിസ്റ്റം ഈസ് ഇൻ റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയാം. റണ്ണിങ് സ്റ്റേറ്റിലാവുന്ന ആ ഒരു പോയിന്റിലാണ്, അതായത് എക്സിക്യൂഷൻ ടൈമിലായിരിക്കും ഈ പ്രോഗ്രാം ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിലായിരിക്കും സിസ്റ്റം റണ്ണിങ് ആവുന്നത്. ആ ഒരു റണ്ണിങ്, ആ ഒരു എന്താണ് പ്രൊസീജിയർ ഓഫ് സ്റ്റാർട്ടിങ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ബൈ ലോഡിങ് ദ കേർണലിനെ പറയുന്ന പേരാണ് ബൂട്ടിങ് അല്ലെങ്കിൽ സിസ്റ്റം ബൂട്ട് അല്ലെങ്കിൽ ബൂട്ട് എന്ന് പറയും. സോ എന്താണ് ബൂട്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കൂ. ഇത് നമ്മുടെ മൊഡ്യൂൾ 1 ലാസ്റ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഇനി ഉടനെ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ടു ചാനൽ. താങ്ക് യു.